സോണി ചെറുവത്തൂർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. സോണി, ഏറ്റവും ആവേശകരമായ ജയം നമ്മൾ നേരത്തെ വൈകിട്ട് സംസാരിച്ചപ്പോഴൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഇന്ത്യക്ക് ഒരു വെല്ലുവിളി എന്തായാലും പാകിസ്ഥാൻ ഉയർത്തുമെന്ന്. അത് ഇന്ന് ഫൈനലിൽ കാണുകയും ചെയ്തു. പഴയ പാകിസ്ഥാനെ അല്ല കണ്ടത്, പക്ഷേ ഏറ്റവും ആവേശകരമായ വിജയം. അല്ല, പഴയ പാകിസ്ഥാന്റെ ചില ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്ക് ആദ്യ ഇന്നിംഗ്സിൽ ഒരു ബാറ്റ് ചെയ്തിരുന്നു. വളരെ ശക്തമായ നിലയിൽ നിന്നും വളരെ പെട്ടെന്ന് വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആ ഒരു വലിയ സ്കോർ 180 മുകളിലേക്ക് സ്കോറിലേക്ക് പോകാവുന്ന സാഹചര്യത്തിൽ നിന്ന് തകർന്നു പോകുന്ന പാകിസ്ഥാനെ കണ്ടു. അതിനോടൊപ്പം തന്നെ തുടക്കത്തിൽ ടീം ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിനെ തകർത്ത് വാരി എറിഞ്ഞ ഫാസ്റ്റ് ബോളിങ്ങിനെ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പൊ തീർച്ചയായിട്ടും പഴയ പാകിസ്ഥാന്റെ ഏതാണ്ട് ചില ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പുതിയ ഇന്ത്യയുടെ വലിയ തിരിച്ചടിക്ക് മുമ്പിൽ അവർക്ക് മറുപടി ഉണ്ടായില്ല എന്ന് തോന്നുന്നു. കാരണം ആ ടോപ്പ് ഓർഡർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സാധാരണ വലിയ സമ്മർദ്ദത്തിലേക്ക് പോവുകയും ആ റിക്വയർഡ് റൺ റേറ്റ് ഒക്കെ ഉയർന്നു പോവുകയും പിന്നീട് ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കാത്ത രീതിയിലേക്ക് പോകാറുണ്ട്. പലപ്പോഴും ജയിച്ചിരുന്ന സമയത്ത് ഫൈനലിന്റെ സമ്മർദ്ദം പാകിസ്ഥാൻ എന്ന ടീമിനോടാണ് കളിക്കുന്നതിന്റെ സമ്മർദ്ദം, അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ പാകത്തിലേക്ക് ഇന്ത്യയുടെ യുവ താരങ്ങൾ മാറിയിട്ടുണ്ട്. അതിനുള്ള ശക്തി അവർക്കുണ്ടെന്ന് തിലക് വർമ്മയും സഞ്ജു സാംസൺ തെളിയിച്ചു. അതിനുശേഷം ശിവൻ ദൂബയും ആയിക്കോട്ടെ ആ റിക്വയർഡ് റൺ റേറ്റിനെ പരിധിയിൽ നിർത്തിക്കൊണ്ട് ഏറ്റവും ഒടുവിൽ തിലക് വർമ്മ എന്ന താരം, ഒരുപക്ഷെ നമുക്കറിയാം IPL റിട്ടയർഡ് ഔട്ട് ആയിട്ട് അകത്ത് വന്ന താരമാണ്. അദ്ദേഹത്തിന് എന്തൊരു തിരിച്ചുവരവാണെന്ന് നോക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ടോപ്പ് ഓർഡറിലെ 3 പേരും നിറമങ്ങിയ ഒരു ദിവസമാണ്. പക്ഷെ അവിടെ നമ്മൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന ഈ മധ്യനിരയുടെ ഒരു പ്രതിസന്ധി നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഈ ചേഞ്ച്, മധ്യനിരയിലെ ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരു പ്രതിസന്ധി. പക്ഷെ അതൊന്നും ഇന്ന് കണ്ടില്ല. മധ്യനിരയിൽ ബാറ്റ് എടുത്തവരെല്ലാം തന്നെ തിളങ്ങി. അല്ല, ഇന്ന് ഒരു ബൗളർക്ക് പകരമായിട്ട് റിങ്കു സിംഗിനെ പോലുള്ള ഒരു താരത്തിനെ കളിപ്പിക്കാൻ എടുത്ത ഒരു തീരുമാനം ഗൗതം ഗംഭീർ വളരെ ധൈര്യത്തോടുകൂടി എടുത്ത തീരുമാനം. അത് ഒരു പരിധി വരെ ബുംറ എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കുന്തമനെയും അത് മാത്രമല്ല ഇന്ത്യൻ സ്പിന്നർമാർക്ക് മേലുള്ള അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസമായിരിക്കാം അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയത്. അത് ചേസ് ചെയ്യുമ്പോൾ ഗുണം ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നു. കാരണം ആ ചേസ് ചെയ്യുമ്പോൾ റിങ്കു സിംഗ് കൂടി വരാനുണ്ടല്ലോ എന്നുള്ള ധൈര്യം, അതിനുശേഷം അക്ഷർ പട്ടേൽ കൂടി ഉണ്ട്. പക്ഷെ ആ ഒരു ബാറ്റിംഗ് ഓർഡറിലെ വലിപ്പം, ആ വാലറ്റം വളരെ ചെറുതായി നിൽക്കുന്നതിന്റെ ഒരു ധൈര്യം തിലക് വർമ്മയ്ക്കും സഞ്ജു സാംസണും ചില ഷോട്ടുകൾ കളിക്കാൻ ആ ഒരു ധൈര്യം അവർക്ക് കൊടുത്തിരുന്നു. അതിനുശേഷം ശിവൻ ദൂബെ വന്നപ്പോഴും വിക്കറ്റുകൾ കൈവശമുണ്ട്, ഇനിയും അധികം ഓവറുകൾ ബാക്കിയില്ല എന്നുള്ള ധൈര്യത്തിലാണ് അവർക്ക് കളിക്കാൻ സാധിച്ചത്. അത് ഒരു പരിധി വരെ ടീം ഇന്ത്യക്ക് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് തന്നെ സമ്മതിക്കാം. സോണി, അതോടൊപ്പം നമുക്ക് ഇനി വരാനിരിക്കുന്നത് ഒരു ലോകകപ്പാണ്. സഞ്ജു സാംസൺ ഒരുപക്ഷെ ടീമിൽ ഈ ടൂർണമെന്റിലാണ് നമ്മൾ സഞ്ജു സാംസന്റെ ഒരു ടൂർണമെന്റിലേക്ക് പോകുമ്പോൾ ആദ്യ 11-ൽ കൃത്യമായി തന്നെ സഞ്ജുവിന് ഒരു സ്ഥാനം കിട്ടുന്ന തരത്തിൽ പോകുന്നത്. ഇനി അടുത്ത ലോകകപ്പിലേക്ക് പോകുമ്പോഴും ആ സ്ഥാനം ഉറപ്പിക്കുന്ന തരത്തിലൊരു പ്രകടനം സഞ്ജുവിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അല്ല, നമ്മൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കഴിഞ്ഞ സീസണിൽ 3 സെഞ്ചുറികൾ നേടിയ T20യിൽ 3 സെഞ്ചുറികൾ നേടിയ ഒരു താരത്തിനെ പറ്റിയാണ് നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതെന്ന് ആലോചിക്കണം. അവിടെ പോലും എനിക്ക് തോന്നുന്നു ഈ ടൂർണമെന്റിൽ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നത് എനിക്ക് ഓപ്പണിംഗിൽ വന്ന് വീശി ഒരു വലിയ സ്കോറുകൾ നേടാൻ മാത്രമല്ല, ഏറ്റവും സമ്മർദ്ദമേറിയ സാഹചര്യത്തിൽ തന്റെ ടീമിന് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു നല്ല ബാറ്ററായിട്ട്, ആ ടീമിലെ ഏറ്റവും പക്വതയുള്ള പരിചയസമ്പന്നമായ ഒരു ബാറ്ററായിട്ട്, എല്ലാ സാഹചര്യങ്ങൾക്കും ഒത്തിണങ്ങി കളിക്കാൻ സാധിക്കുന്ന ഒരു ബാറ്ററായിട്ട് തനിക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വലിയ മെസ്സേജ് സെലക്ടേഴ്സിനും മാനേജ്മെന്റിനും സഞ്ജുവിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും അതിന് ആ പക്വതയോടെയുള്ള ഒരു കളി എന്ന് തന്നെ പറയണം. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഫൈനലിൽ ഈ സമ്മർദ്ദമുള്ള സമയത്ത് പോലും നമ്മൾ കണ്ടത് 100 മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ തന്നെ ബാറ്റ് ചെയ്യുന്നു. അതിൽ ഒരു കുറവും വരുത്താതെ സഞ്ജുവിൻ്റെ ചില മികച്ച ഷോട്ടുകൾ, ഒരു 6 അതിമനോഹരമായ 6ഉം ഇന്ന് കണ്ടു. അല്ല, അത്തരത്തിലുള്ള സാഹചര്യത്തിൽ പലപ്പോഴും 3 വിക്കറ്റുകൾ നഷ്ടമാകുന്നു, തന്റെ ക്യാപ്റ്റനെ നഷ്ടമാകുന്നു. ഇതുവരെയുള്ള മത്സരങ്ങളെല്ലാം അടിച്ച് തന്റെ പവർ പ്ലേ ഏറ്റവും ഗംഭീരമാക്കി തന്ന് പിന്നീട് വരുന്നവർക്ക് അനായാസം കളിച്ചു പോകാമെന്നുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നു. അഭിഷേക് ശർമ്മ പുറത്താവുന്നു, ശുഭ്മൻ ഗിൽ പുറത്താവുന്നു, 3 പ്രധാനപ്പെട്ട താരങ്ങൾ പുറത്താവുന്നു. ബൗളേഴ്സ് അവരുടെ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്, ഏറ്റവും ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന സമയത്താണ് ബാറ്റ് ചെയ്യാൻ വരേണ്ടി വരുന്നത്. ഒരു ചെറിയ പിഴവ് മതി ഒരുപക്ഷെ എല്ലാ ബ്ലെയിമും സഞ്ജുവിന്റെ മേൽ വന്നേനെ. അത്തരത്തിലുള്ള സമ്മർദ്ദമാണ്. ഫൈനൽ മത്സരമാണ്, പാകിസ്ഥാനോടുള്ള മത്സരം. അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ എത്ര അനായാസമാണ് അദ്ദേഹം നേരിട്ടതെന്ന് ആലോചിക്കുക. അദ്ദേഹത്തിന്റെ സ്കില്ലിനെ പറ്റി, അദ്ദേഹത്തിന്റെ പ്രതിഭയെ പറ്റി ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് മേൽ സംശയം ഉണ്ടായിരുന്നവർക്കൊക്കെ ഒരു വലിയ മറുപടിയാണ്. കാരണം അദ്ദേഹത്തിന്റെ സംശയം അദ്ദേഹത്തിന്റെ ടെമ്പർമെന്റ് ആയിരുന്നു. ഇത്തരത്തിലുള്ള സമ്മർദ്ദ സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുമോ എന്നുള്ളായിരുന്നു. നല്ല തയ്യാറെടുപ്പുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്, നല്ല തീരുമാനങ്ങൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇനി മുന്നോട്ട് വരുന്ന മത്സരങ്ങളിൽ ടീം ഇന്ത്യക്ക് അദ്ദേഹത്തെ എവിടെ വേണമെങ്കിലും വിശ്വസിച്ചു കൊടുക്കാം.
തീർച്ചയായും അടുത്ത ലോകകപ്പിലേക്ക് വരുമ്പോൾ ആ സ്ഥാനത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഇതുപോലെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം പോലുമില്ല. അത് ഉറപ്പിക്കുന്ന തരത്തിലാണ് സഞ്ജു അത്രയും മികച്ച രീതിയിൽ പ്രകടനം നടത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയൊക്കെ പോയതിനു ശേഷം നമ്മൾ ഈ 2020-ൽ ഇനി ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ആ സ്ഥാനമൊക്കെ കൃത്യമായ കൈകളിൽ തന്നെയാണ് ഉള്ളത് എന്ന് തന്നെ പറയാമല്ലേ? അല്ല, ആ കൈകളിൽ ഉണ്ട്. ഇനി പുറത്തിരിക്കുന്ന കൈകളും നമ്മുടെ ബെഞ്ച് സ്ട്രെങ്ത് ആലോചിക്കുക. യശസ്വി ജയ്സ്വാൾ പുറത്തിരിക്കുന്നു, ശ്രേയസ് അയ്യർ പുറത്തിരിക്കുന്നു. അത്തരത്തിലുള്ള പ്രതിഭകൾ പുറത്തിരിക്കുമ്പോഴാണ് ഈ ടീം ഇത്തരത്തിൽ ശക്തമായ നിലയിൽ പാകിസ്ഥാനെ 3 തവണ തോൽപ്പിച്ചുകൊണ്ട് ഏഷ്യാ കപ്പ് നേടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ടീം ഇന്ത്യ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു വലിയ ശക്തിയായി വളരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഒരുപക്ഷെ സോണി ഇന്നത്തെ മത്സരത്തിൽ തോന്നിയോ, അതായത് തുടക്കത്തിൽ നല്ല രീതിയിൽ തന്നെ പന്തെറിഞ്ഞു, നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ടോട്ടലിന് അപ്പുറത്തേക്കൊന്നും സോണി നമ്മുടെ ഈ സ്കോർ പോയതും കണ്ടില്ല. പക്ഷേ നമ്മൾ ബാറ്റിങ്ങിലേക്ക് വന്നപ്പോൾ ഇത് അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഒരു സമ്മർദ്ദം നമുക്ക് തോന്നിയോ? അല്ല, പലപ്പോഴും നമ്മൾ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഒരു ബാറ്റർ അല്ലെങ്കിൽ ഒരു ടീം എത്തിപ്പെടുമെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. ഒരു സീരീസിലുടനീളം ഒരേ രീതിയിൽ അഭിഷേക് ശർമ്മ മാത്രം അടിച്ചുകൊണ്ട് പിന്നീട് വരുന്നവർക്കൊക്കെ ഒരു ഫോർമാലിറ്റീസ് അവസാനിപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് കളി അങ്ങനെ പോകുമെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ കളിക്കുന്നത് അന്താരാഷ്ട്ര ടീമുകളോടാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനെ പോലുള്ള ടീമിനോട് കളിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ആ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ആ സാഹചര്യങ്ങൾക്ക് കൈപൊക്കി ഞാൻ ഈ ഒരു സാഹചര്യത്തെ കൈകാര്യം ചെയ്യാമെന്ന് പറയുന്ന താരങ്ങൾ ഉണ്ടാവണം. ആ താരങ്ങൾ ടീം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്ന് ഈ ഏഷ്യ കപ്പ് ഉയർത്തുമ്പോൾ ഇന്ത്യക്ക് ആശ്വസിക്കാവുന്നത്. സോണി, അവസാനമായ ഒരേ ചോദ്യം. ഒരുപാട് വിവാദങ്ങൾ നമ്മൾ കണ്ടു. ഈ വിവാദത്തിന് അവസാനം ഒരു കിരീടം നമ്മളിലേക്ക് എത്തി. ഇനി ഇത്തരം വിവാദങ്ങളിലേക്ക് പോകാതെ ക്രിക്കറ്റിലേക്ക് തന്നെ കാര്യങ്ങൾ പോകട്ടെ എന്നാണോ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? അല്ല, ഒരുപക്ഷെ ക്രിക്കറ്റും വിവാദങ്ങളും മാറി നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും പാകിസ്ഥാനെ 3 തവണ തോൽപ്പിച്ചപ്പോൾ മറ്റ് പല ഘടകങ്ങളും ഒക്കെ നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും ക്രിക്കറ്റിൽ ടീം ഇന്ത്യ ബഹുദൂരം മുമ്പിലാണെന്നുള്ള ഒരു ഫീലിംഗ് ആദ്യ 2 മത്സരങ്ങൾ ഉണ്ടായിരുന്നു. ക്രിക്കറ്റ് എന്ന ഗെയിം എത്രത്തോളം അൺസർട്ടനിറ്റീസ് നിറഞ്ഞാണെന്ന് പക്ഷേ ഈ ഫൈനൽ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു. അത്തരത്തിലുള്ള അൺസർട്ടനിറ്റീസ് ഉള്ളപ്പോൾ പോലും സമ്മർദ്ദങ്ങൾ അതിജീവിച്ചുകൊണ്ട് ജയിക്കാൻ പാകത്തിലേക്ക് ചില താരങ്ങൾക്ക് ഉയർന്നു വരാൻ സാധിക്കുമെന്നും കാണാൻ സാധിച്ചു. അപ്പൊ തീർച്ചയായിട്ടും വിവാദങ്ങൾ മാറി നിൽക്കട്ടെ, ക്രിക്കറ്റ് ജയിക്കട്ടെ. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ സോണി ചെറുത്തൂർ ഈ നിമിഷം നമ്മോട് പ്രതികരിച്ചതിന്.